കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഞാൻ ആരംഭിക്കുകയാണ്. ബഹുമാനീയനായ അധ്യക്ഷൻ, മറ്റ് സഹപ്രവർത്തകർ, ഇന്ന് ഞങ്ങളെ കേൾക്കുവാനായി വന്നിരിക്കുന്ന ഏവർക്കും ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്നരുളി ചെയ്ത് മരിച്ചവരിൽ നിന്ന് ആദിജാതനായി ഉയർത്തെഴുന്നേറ്റ് മരണത്തെ തോൽപ്പിച്ച മശിഹയുടെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം അത് വാസ്തവമോ എന്നുള്ളതാണ്. സവസല കാല വ്യത്യാസം കൂടാതെ ക്രൈസ്തവ സമൂഹം ചരിത്രത്തിലുടനീളം വിശ്വസിക്കുകയും ആഴ്ചകൾ തോറും ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു പോരുന്ന ഒരു ചരിത്ര സത്യവും അടിസ്ഥാന ഉപദേശവുമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് ഏതാണ്ട് 50 ദിവസങ്ങൾക്കുള്ളിൽ ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ പ്രസംഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന പെന്തക്കോസ്ത് നാളിലെ പ്രസംഗത്തിൽ ധന്യനായ അപ്പോസ്തലനായ പത്രോസ് ശ്ലീഹ ക്രൂശീകരണത്തിന് സാക്ഷ്യം വഹിച്ച യെരുശലേം നിവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തു. ക്രൂശീകരണം കഴിഞ്ഞ് ഏതാണ്ട് 25 വർഷങ്ങൾക്കുള്ളിൽ കൊരിന്ത്യയിലുള്ള ദൈവമക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അത്രേ പ്രസംഗിക്കുന്നത്. എന്നാൽ 50 ദിവസമല്ല, 50 വർഷമല്ല, 500-ലധികം വർഷങ്ങൾക്ക് ശേഷം സാക്ഷികളുടെ 4ാം തലമുറ പോലും മരിച്ചു മൺമറഞ്ഞതിന് ശേഷം യെരുശലേം നഗരത്തിലല്ല, മെക്ക നഗരത്തിൽ അറബികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞു, അവർ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല, അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല. സൂറ 4:157. ഒരു വശത്തെ ക്രൈസ്തവ സമൂഹം ചരിത്രത്തിലുടനീളം കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ടുവെന്ന് സാക്ഷീകരിക്കുമ്പോൾ, മറുവശത്ത് 600-ലധികം വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് പറയുകയാണ്, അവർ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല. ഇതിലേതാണ് സത്യം? രണ്ടും സത്യമായിരിക്കാൻ കഴിയില്ലല്ലോ. ക്രിസ്തു വാസ്തവമായി ക്രൂശിക്കപ്പെട്ടുവോ എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി ചില മുസ്ലിം പണ്ഡിതന്മാർ, പ്രഭാഷകർ ഉയർത്തുന്നതായ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തെളിവുകളിലേക്ക് നോക്കുവാനായാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. 4 പ്രധാന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ ശേഷം പ്രധാനമായ മറ്റൊരു പോയിന്റ് കൂടി ഉയർത്തി ഞാൻ എൻ്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ആരോപണം, സാക്ഷിമൊഴികളിലുള്ള വൈരുദ്ധ്യം. ചില മുസ്ലിം പ്രഭാഷകർ ഉയർത്തുന്ന ക്രൈസ്തുവിന്റെ ക്രൂശീകരണത്തിന് വിരോധമായി ഉയർത്തുന്ന ഒന്നാമത്തെ ആരോപണം, ക്രൈസ്തവർ സമർപ്പിക്കുന്നതായ സാക്ഷിമൊഴി അഥവാ വിശുദ്ധ വേദപുസ്തകത്തിലെ സുവിശേഷങ്ങൾ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ട് എന്നുള്ളതാണ്. അവർ പറയുന്നത് ഇപ്രകാരമാണ്: സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ സാക്ഷ്യം സത്യമായി അംഗീകരിപ്പാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ആ സാക്ഷിമൊഴി തള്ളിക്കളയുകയും ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ നിഷേധിക്കുകയും വേണം എന്നുള്ളതാണ്. ആ 1-2 വൈരുദ്ധ്യങ്ങളിലേക്ക് നോക്കുന്നതിന് മുമ്പ് വൈരുദ്ധ്യത്തിന്റെ നിർവചനം തന്നുകൊണ്ട് അത് ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊന്ന് ഓർക്കണം, സമരക്കാരെ പോലീസ് വെടിവെച്ചു എന്ന് മലയാള മനോരമയും സമരക്കാരെ 2 പ്രാവശ്യം പോലീസ് വെടിവെച്ചു എന്ന് മാതൃഭൂമിയും എഴുതിയാൽ അത് വൈരുദ്ധ്യമാവുമോ? അതോ
മാതൃഭൂമി നമുക്ക് മലയാള മനോരമയേക്കാൾ അല്പം കൂടെ വിവരണങ്ങൾ നൽകുന്നു എന്നുള്ളതാകുമോ? സാമാന്യമായി ചിന്തിക്കുന്ന ഏവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് വൈരുദ്ധ്യമല്ല, വിവരണങ്ങളിലുള്ള വ്യത്യാസമാണ്. അല്പം കൂടെ വിവരണങ്ങൾ നമുക്ക് നൽകുകയാണ്. വൈരുദ്ധ്യത്തിന്റെ നിർവചനം എന്ന് പറഞ്ഞാൽ ഒരേ വിഷയത്തിൽ, ഒരേ അർത്ഥത്തിൽ, ഒരേ സമയത്ത് പരസ്പര വിരുദ്ധമായ വാചകങ്ങൾ പറയുന്നതിനെയാണ് വൈരുദ്ധ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവരണങ്ങളിലുള്ള വ്യത്യാസം അത് വൈരുദ്ധ്യമാവുകയില്ല. അപ്രകാരമെങ്കിൽ ഈ സഹോദരന്മാർ ഉയർത്തുന്നതായ ചില വൈരുദ്ധ്യങ്ങളിലേക്ക് നോക്കി, വൈരുദ്ധ്യമെന്ന് ആരോപിക്കുന്നതിൽ ചില വ്യത്യാസങ്ങളിലേക്ക് നോക്കി, എന്തുകൊണ്ട് ഇപ്രകാരമുള്ള വ്യത്യാസങ്ങൾ ആവശ്യമാണെന്നുള്ളതും തെളിയിച്ചുകൊണ്ട് അടുത്ത ആരോപണങ്ങളിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുയർത്തുന്നതായ വൈരുദ്ധ്യങ്ങളുടെ ഒരു ഉദാഹരണം മത്തായി സുവിശേഷം 26:57 കർത്താവായ യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കയ്യഫാസിന്റെ അടുക്കിലേക്ക് പോയി എന്ന് പറയുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 18 അതിന്റെ 13 വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്നാമതായി കയ്യഫാസിന്റെ അമ്മായപ്പൻ അന്നാസിന്റെ അടുക്കിലേക്ക് പോയി എന്ന് പറയുന്നു. യോഹന്നാൻ പറയുന്നില്ല കയ്യഫാസിന്റെ അടുക്കിലേക്ക് പോയില്ല എന്ന്. യോഹന്നാൻ പറയുന്നത് ആദ്യമേ ഹന്നാസിന്റെ അടുക്കിലേക്ക് പോയി, അതിനുശേഷം കയ്യഫാസിന്റെ അടുക്കിലേക്ക് പോയി. ഇതൊരു വൈരുദ്ധ്യമാണോ? ഇതൊരു വൈരുദ്ധ്യമല്ല. ഒന്നാമതായി കയ്യഫാസിന്റെ അമ്മായപ്പൻ അന്നാസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി എന്ന് യോഹന്നാൻ വളരെ വ്യക്തമാക്കുമ്പോൾ, മത്തായി നമുക്ക് നൽകുന്ന വിവരം കയ്യഫാസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് മാത്രമാണ്. ഇതെന്തുകൊണ്ടുണ്ടായി എന്ന് ഞാൻ തുടർന്ന് ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇത് വിവരണത്തിലുള്ളൊരു വ്യത്യാസം മാത്രമാണ്. ഇതിനെ വൈരുദ്ധ്യം എന്ന് പറയുവാൻ സാമാന്യ ബുദ്ധികൾക്ക് കഴിയില്ല. 2, മത്തായി സുവിശേഷം 26:69 മുതൽ 75 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് ശ്ലീഹ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയും മുമ്പ് കോഴി കൂവി എന്ന് പറയുമ്പോൾ, മാർക്കോസിന്റെ സുവിശേഷം 14 66 മുതൽ 72 വരെയുള്ള വാക്യങ്ങളിൽ കോഴി 2 വട്ടം കൂവി എന്ന് പറയുന്നു. ഇത് വൈരുദ്ധ്യമാണോ അതോ വിവരണങ്ങളിലുള്ള വ്യത്യാസമാണോ? ഇത് വിവരണങ്ങളിലുള്ള വ്യത്യാസമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതെന്തുകൊണ്ട് സംഭവിച്ചു, ഇതെന്തുകൊണ്ട് അത്യാവശ്യമായിരിക്കുന്നു എന്നുള്ളത് ഞാൻ തുടർന്ന് പറയുന്നതാണ്. മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ ചൂണ്ടിക്കാട്ടട്ടെ. മത്തായിയുടെ സുവിശേഷം 27:45 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ മത്തായി അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അവസാന വാചകമെന്ന് മത്തായി പറഞ്ഞിട്ടില്ല. മത്തായി അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏലി ഏലി ലമ്മാ ശതബ്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്നാകുമ്പോൾ, യോഹന്നാൻ എല്ലാം നിവർത്തിയായി എന്നും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ തൃക്കൈയിൽ പരമേൽപ്പിക്കുന്നു എന്നും പറയുന്നു. ഇത് വൈരുദ്ധ്യമാണോ? എന്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന് ആദ്യം എലി എലി ലമ്മാ ശതബ്താനി എന്ന് പറഞ്ഞതിന് ശേഷം, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം, എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞതിന് ശേഷം പിതാവേ എൻ്റെ ആത്മാവിനെ നിന്റെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൂടാ? അത് വിവരണങ്ങളിലുള്ള വ്യത്യാസമാണ്. വൈരുദ്ധ്യം എന്ന് പറയണമായിരുന്നുവെങ്കിൽ യോഹന്നാൻ പറയണമായിരുന്നു, കർത്താവായ യേശുക്രിസ്തു എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞില്ല എന്ന്. അത് വൈരുദ്ധ്യമാകുമായിരുന്നു. ഇത് വൈരുദ്ധ്യമല്ല, ഇത് വിവരണങ്ങളിലുള്ള വ്യത്യാസമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള വിവരണങ്ങളിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത്? ലോകപ്രസിദ്ധ നിയമപണ്ഡിതനായ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെ ലോ സ്കൂളിന്റെ സ്ഥാപകനായ പ്രൊഫസർ സൈമൺ ഗ്രീൻലീഫ് അദ്ദേഹത്തിന്റെ കൃതി എ ട്രീറ്റീസ് ഓൺ ദ ലോ